മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഈജിപ്തിൽ നിന്ന് ഫാത്തിമിയാക്കളെ അല്ലെങ്കിൽ ഉബൈദിയാക്കളെ തോൽപ്പിച്ച് പുറത്താക്കിയതിന് ശേഷം അവരുടെ ഖജനാവ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഖജനാവിൽ നിന്നൊരു മുസ്ഹഫ് ലഭിച്ചിരുന്നു എന്നാണ്. മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ മുസ്ഹഫായിരുന്നു. പക്ഷേ ആ മുസ്ഹഫ് കിട്ടിയ ഉടനെ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ആ മുസ്ഹഫ് കത്തിച്ചു കളഞ്ഞു എന്നാണ്. എന്തുകൊണ്ടാണ് ഉന്നതനായ ഒരു സഹാബി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ മുസ്ഹഫ് കിട്ടിയിട്ട് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിനെ പോലത്തെ ഒരാൾ അത് കത്തിച്ചു കളഞ്ഞത്? എന്തായിരുന്നു ആ മുസ്ഹഫിൻ്റെ ചരിത്രം? നമുക്കൊക്കെ അറിയാവുന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ മുസ്ഹഫ് ഒരു ഒറ്റ കോപ്പി എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു ഖുർആൻ എന്നുള്ള രീതിയിലേക്ക് ഉണ്ടായിരുന്നില്ല. പലയിടത്തായിട്ട് എഴുതി വെച്ചിരുന്നതും പലരും പൂർണ്ണമായിട്ട് കാണാതെ പഠിക്കുകയും പല സഹാബത്തും പേഴ്സണലായിട്ട് എഴുതി വെക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു മുസ്ഹഫ് ഉണ്ടായിരുന്നത്. ഒരു കോപ്പി എന്നുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഖുർആൻ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്താണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഖുർആൻ ക്രോഡീകരിച്ച് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു മുസ്ഹഫ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെ അതിൻ്റെ കാരണം പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് ശേഷം ഒരുപാട് പേര് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും യുദ്ധത്തിൻ്റെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്തപ്പോൾ പലപ്പോഴും യുദ്ധങ്ങൾക്കും മറ്റൊക്കെ പോകുന്ന സമയത്ത് ഹാഫിളീങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഖുർആൻ കാണാതെ പഠിച്ചിട്ടുള്ള ഹാഫിളീങ്ങളായ സഹാബത്തായിരിക്കും പലപ്പോഴും യുദ്ധത്തിനൊക്കെ മുമ്പിലേക്ക് ചാടി വീഴുകയും ഏറ്റവും കൂടുതൽ ഷഹീദാവുകയും ഒക്കെ ചെയ്തിരുന്നത് അവരായിരുന്നു എന്നാണ്. കാരണം അവർക്കൊക്കെ അവരുടെ ഉള്ളിൽ നല്ല ബോധം ഉണ്ടായിരുന്നു, ഞങ്ങളെന്താണ് ഹാമിലുൽ ഖുർആനാണ്, ഖുർആൻ ഹാഫിളീങ്ങളാണ്, അല്ലെങ്കിൽ ഖുർആൻ ചുമക്കുന്നവരാണ്, നമ്മൾ ഖുർആൻ്റെ അഹ്ലുകാരാണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും അവർ അതിന് ഭയങ്കര വാല്യൂ കൊടുത്തിരുന്നു. അപ്പോൾ യമാമ യുദ്ധത്തിൽ തന്നെ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുക. യമാമ യുദ്ധം മുസ്ലിമത്തിൽ കദാബുമായിട്ട് നടത്തിയിട്ടുള്ള യുദ്ധം, ഒരുപാട് സഹാബത്ത് ഷഹീദായിട്ടുള്ള ഒരു യുദ്ധമാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ ഇതേപോലെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ സഹോദരനായിരുന്ന സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കയ്യിലായിരുന്നു മുഹാജിറുകളുടെ കൊടി ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് ഷഹീദായ സമയത്ത് പിന്നീട് ആ കൊടിയെടുക്കുന്നത് സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹുവിനാണ്. സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ കാര്യത്തിൽ, അതായത് ഖുദൽ ഖുർആന മിൻ അർബഅ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 പേരിൽ നിന്ന് ഖുർആൻ എടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള 4 പേരിൽ ഒരാളാണ് സാലിം മൗല അബി ഹുദൈഫ. പക്ഷേ ആൾ അത്ര വലിയൊരു യുദ്ധതന്ത്രജ്ഞനോ അല്ലെങ്കിൽ ഭയങ്കര ആരോഗ്യമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവർ കൊടിയെടുത്ത സമയത്ത് ചില മുഹാജിറുകളായ സഹാബത്ത് പറഞ്ഞു, സാലിം മൗല എടുത്തത്, അതായത് സാലിമാണോ എടുത്തത്, ആ ഭാഗത്ത് കൂടെ ശത്രുക്കൾ വരുമല്ലോ, കാരണം അത്രയും വലിയൊരു പവർ. അപ്പോൾ അത് കേട്ടിട്ട് സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ച് പറയുന്നൊരു വാക്കുണ്ട്, ബിഅസ ഹാമിലുൽ ഖുർആനി ഇദനാന, അതായത് എൻ്റെ ഭാഗത്ത് കൂടെ ശത്രുക്കൾ വരുന്നോ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ഹാമിലുൽ ഖുർആനാണ്, ഞാൻ എന്ത് മോശം ഹാഫിളാണ് എന്നുള്ളത്, അതായത് ഞാൻ ഖുർആൻ ചുമക്കുന്ന ആളാണ്, എൻ്റെ ഭാഗത്ത് കൂടെ ശത്രുക്കൾ വരില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇങ്ങനൊന്നും യുദ്ധം ചെയ്താൽ പോരാ, റസൂലുള്ളാഹിയുടെ കാലത്ത് ഞങ്ങൾ നടത്തിയിരുന്ന ഒരു യുദ്ധം ഉണ്ടാകുക കാണിച്ചാൽ വരികയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൊടിയായിട്ട് പോയിട്ട് ശക്തമായ യുദ്ധം ചെയ്ത് അവർ ഷഹീദാകുന്നു. അപ്പോൾ പലപ്പോഴും ഈ ഹാമിലുൽ ഖുർആൻ ഹാഫിളീങ്ങളുടെ ഷഹാദത്തായിരുന്നു കൂടുതലും, ഓരോ യുദ്ധത്തിലും കൂടുതൽ പേര് ഷഹീദാകുന്നത് കണ്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു മറ്റു സഹാബത്തൊക്കെ ഇടപെട്ടിട്ട് എന്ത് ചെയ്ത് ഖുർആൻ ക്രോഡീകരിച്ച് വെക്കുക, ഒരു രൂപം എല്ലാവർക്കും പറ്റുന്ന ഒരു കോപ്പി ഉണ്ടാക്കി വെക്കുക. ഇൻ കേസ് എല്ലാ സഹാബത്തും ഷഹീദാവുകയും മറ്റൊക്കെ ചെയ്താൽ എന്ത് ചെയ്യണം, ഇനിയുള്ള ഉമ്മത്തിന് ഒരു മുസ്ഹഫ് വേണം. അപ്പോൾ അങ്ങനെയാണ് മുസ്ഹഫ് ക്രോഡീകരിക്കുക എന്ന് പറയുന്ന ഒരു ആശയം വരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞു അത് റസൂലുള്ളാഹി ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുകയും പിന്നീട് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ആദ്യത്തെ കോപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു മുസ്ഹഫ് എഴുതിയിരുന്നത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അവരായിരുന്നു ഖുർആൻ ആദ്യമായിട്ട് ക്രോഡീകരിച്ചിരുന്നത്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലേക്ക് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് ആ ഒരു മുസ്ഹഫ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലായിരുന്നു. അതായത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്, ഉമർ റളിയല്ലാഹുവിൻ്റെ മകളാണ്. അപ്പോൾ ആ മുസ്ഹഫ് അവരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്തും അതേപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് പുതിയ പട്ടണങ്ങളും പുതിയ നാടുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും പലതും അറബി സംസാരിക്കുന്ന നാടുകളല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ ഖുർആൻ ഓതണം. അപ്പോൾ ഈ ഖുർആൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖുർആൻ നസല അല സബഅത്ത് അഹ്റുഫ്, 7 അഹ്റൂഫിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ പലതരം ഖിറാത്തുകൾ കാര്യം 10 ഖിറാത്ത്, സബഅ ഖിറാത്ത്, നമ്മൾ മുമ്പൊക്കെ പല 1-2 വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താണ് ഈ സബഅ ഖിറാത്ത്, 7 ഖിറാത്തുകൾ, 10 ഖിറാത്തുകൾ എന്നൊക്കെ. അപ്പം പലതും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള ഖിറാത്തുകളാണ്. ഇതുപോലെ മലിക്കി യൗമിദ്ദീൻ എന്ന് ഓതുന്നവരുണ്ട്, മാലിക്കി യൗമിദ്ദീൻ എന്ന് ഓതുന്നവരുണ്ട്, ഗൈറുൽ മഗ്ദൂബി അലൈഹും എന്ന് ഓതുന്നവരുണ്ട്, ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന് ഓതുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഖിറാത്തുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ പട്ടണത്തിലേക്കും ഓരോ സഹാബത്തും ഇവരൊക്കെ പോയിട്ട് അവിടെ കീഴടക്കി അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയത്ത് അവർക്കറിയാവുന്നതാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. അതായത് ഞാൻ ഓതുമ്പോൾ മറ്റേ ആൾ തിരുത്തി തരും, അങ്ങനെയല്ലല്ലോ. അപ്പം ഞാൻ പറയും അല്ല എനിക്കിന്ന സഹാബി ഇങ്ങനെ പഠിപ്പിച്ചെന്ന്, അപ്പോൾ അവർ പറയും അല്ല എനിക്കിന്ന സഹാബി ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്നല്ലോ അവിടെ എന്നുള്ള രീതിയിൽ പലരും പല രീതിയിൽ ഖുർആൻ ഓതുന്നൊരു രീതി വന്ന സമയത്ത്, അപ്പോൾ അതുപോലെ തന്നെ ഈ പുള്ളി കുത്തൊന്നുമില്ല, ഹാവും ജാവും ഹാവും ഇതൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്തു, പലരും പല രീതിയിൽ ഖുർആൻ ഓതാൻ തുടങ്ങിയ സമയത്താണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്ത് ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് അദ്രിക് ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിന് എന്ത് ചെയ്യണം, ഇപ്പം നിങ്ങൾ
കാക്കണം. കാരണം ഉമ്മത്ത് എന്താണ് മുസ്ഹഫ് ഖുർആൻ്റെ പേരിൽ എന്ത് ചെയ്യാണ് ഇഞ്ചിയിലും തൗറാത്തും പോലെ എന്ത് ചെയ്യാണ് വ്യത്യസ്തവരായി പോവാണ്, അല്ലെങ്കിൽ ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യണം, നമുക്ക് എല്ലാവരും ഒരു മുസ്ഹഫിൻ്റെ മുകളിൽ ഒരുമിപ്പിക്കണം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തൊക്കെ അവിടെ കൂടി ആലോചിച്ച് ശരിയാണ്. അപ്പോൾ പലയിടത്തും പല പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് ഖലീഫ അവരാണ്. അപ്പോൾ അവർ തീരുമാനിച്ച് എന്ത് ചെയ്യുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് ഇവരെല്ലാവരും കൂടി എഴുതിണ്ടാക്കി ആ മുസ്ഹഫ് എന്ത് ചെയ്യുക, ഒരുപാട് കോപ്പികൾ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാ നാട്ടിലേക്കും ആ ഒരു കോപ്പി അയച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള മുസ്ഹഫൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരൊറ്റ മുസ്ഹഫിൻ്റെ മുകളിൽ ഒരുമിക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ ആരെ എഴുതും എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ മഹാനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അൻസാരിയാണ്, മദീനക്കാരനാണ്. അവരായിരുന്നു എഴുത്തിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്ത് പഠിക്കാൻ പറയുകയും റസൂലുള്ളാഹിൻ്റെ കാലത്ത് വഹി എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾ. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖിലാഫത്തിൻ്റെ സമയത്ത് ആദ്യമായിട്ട് ഖുർആൻ ക്രോഡീകരിച്ചൊക്കെ അവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമിനുണ്ടാക്കി. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അതേപോലെ സഈദ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു, അങ്ങനെ 4 പേരടങ്ങിയിട്ടുള്ള ഒരു ടീമിനെ ഇതാക്കുകയും ഹഫ്സ റളിയല്ലാഹു അൻഹായിൽ നിന്ന് ആ മുസ്ഹഫ് വാങ്ങിയിട്ട് എന്ത് ചെയ്തു, അത് പരമാവധി ഒരുപാട് കോപ്പികൾ എഴുതിയുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, എല്ലാ നാട്ടിലേക്കും ഓരോ കോപ്പി വിട്ടു കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം. അങ്ങനെ എന്ത് ചെയ്യാണ്, സഹാബത്ത് എല്ലാവരും ഒന്നടങ്കം എന്ത് ചെയ്തു, ആ ഒരു തീരുമാനത്തെ അനുകൂലിക്കുകയും എന്നിട്ട് അവർ മുസ്ഹഫുകൾ കോപ്പി എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, എല്ലാവർക്കും ഒറ്റ നിയമം പ്രഖ്യാപിച്ചു. എല്ലാവരുടെ കയ്യിലുള്ള മുസ്ഹഫുകളും കോപ്പികളും അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ച് എല്ലാം കത്തിച്ച് കളയുക. ഇനി ഈ ഒരു മുസ്ഹഫിലേക്ക് മാത്രം എന്ത് ചെയ്യുക, എല്ലാവരും ഓതുക എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും സഹാബത്ത് ഒന്നടങ്കം എന്ത് ചെയ്തു, ആ ഒരു തീരുമാനത്തെ അനുകൂലിച്ചു. ഇല്ല, ഒരാളൊഴികെ എന്ത് ചെയ്തു, എല്ലാവരും ആ ഒരു തീരുമാനം അംഗീകരിച്ചു. അതായത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് മാത്രം എന്തില്ല, ആ ഒരു തീരുമാനം ഇഷ്ടപ്പെട്ടില്ല. അതായത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവർ മദീനയിലാണ്, ഖുർആനൊക്കെ ക്രോഡീകരിച്ച് കഴിഞ്ഞ് ഒരു കോപ്പിയായിട്ട് എന്തായിരുന്നു ഇറാഖിലേക്ക് പോവാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൻ്റെ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിലേക്ക് കൂഫയിലേക്ക് പറഞ്ഞയച്ചു, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാനും അവിടെ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു കോപ്പിയായിട്ട് എന്ത് ചെയ്യാണ്, ഒരു സഹാബി അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യണം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവോട് പറയണം, എല്ലാവരും എന്ത് ചെയ്യുക, ഇനി ഈ ഒരു ഖുർആൻ വെച്ച് ഓതണം, അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള മുസ്ഹഫുകളൊക്കെ എന്ത് ചെയ്യണം, കത്തിച്ച് കളയണം എന്നാണ് അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൽപ്പന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് തീരെ പറ്റില്ല. അവരെ മനസ്സിലായി. കാരണം അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഖുർആനെ കുറിച്ച് അറിയുന്നവർ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അവരോട് അന്വേഷിക്കാതെ അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം എന്നുള്ള രീതിയിലായിരിക്കാം. അവർക്ക് എന്തില്ല, അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ തിരിച്ചു വയ്ക്കുന്നുണ്ട്, ഇല ഖിറാഅത്തി മൻ തഅമുറുനാ അൻ നഖ്റ, അതായത് ഞാൻ ആരുടെ ഖിറാഅത്താണ് ഓതേണ്ടത്, നിങ്ങൾ ഈ പറഞ്ഞ എൻ്റെ മുസ്ഹഫുകൾ കത്തിച്ച് കളയണം, എന്നിട്ട് ഞാൻ ആരുടെ മുസ്ഹഫിലാണ് ഓതേണ്ടത്. അപ്പോൾ ഇങ്ങനെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവരൊക്കെ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മുസ്ഹഫിലാണ് ഓതേണ്ടത്. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ലഖദ് അഖദ്തു മിൻ ഫീഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തുൻ വസബഈന സൂറ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നേരിട്ട് 70-ലധികം സൂറത്തുകൾ നേരിട്ട് പഠിച്ചെടുത്തിട്ട് എഴുതിയുണ്ടാക്കിയ മുസ്ഹഫാണ്. അതായത് ഈ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അന്ന് എന്താണ്, അതായത് ചെറിയ കുട്ടികളൊപ്പം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, അതായത് ഈ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കുട്ടികളൊപ്പം കളിക്കുന്ന സമയത്ത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് എന്തിന് 70-ലധികം സൂറത്ത് എടുത്ത ആളാണ് അല്ലെങ്കിൽ പഠിച്ച ആളാണ്. എന്നിട്ട് ഇന്ത്യ മുസ്ഹഫ് കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ സെയ്ദിൻ്റെ ഖുർആൻ ഓതണം എന്നാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, വല്ലാഹി ലഖദ് അലിമ അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അലമിഹും ബികിതാബിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സഹാബത്തിന് എല്ലാവർക്കും അറിയാം ഞാനാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആനെ കുറിച്ച് അറിയുന്നവർ. അതായത് അവർക്ക് ആ ഒരു ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർ നോക്കുമ്പോൾ എന്താണ്, അവരെന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണ്, 6ാമത്തെ ആളായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. അതായത് അവരിപ്പോഴും അഭിമാനത്തോടെ പറയുന്ന ഒരു സംഭവമാണ്, ഞാനും 6 പേരും, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞങ്ങൾ 6 പേരും മാത്രമേ ഭൂമിയിൽ മുസ്ലിങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ 6ാമത്തെ ആൾ ഞാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ്. ഇന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ജനിച്ചിട്ട് പോലുമില്ല മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്തൊന്നും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് ഇഷ്ടംപോലെയുള്ള ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ സറഹു അൻ യഖ്റഅ അൽ ഖുർആന ഗദ്ദൻ കമാ ഉൻസില ഔ കമാ ഖാല സർ, അതായത് ഖുർആൻ ഇറങ്ങിയതുപോലെ ആരെങ്കിലും ഓതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖ്റ ബി ഖിറാഅത്തു ഇബ്നു മഅബ്ദ്, അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഖിറാഅത്തിന് അവർ ഓതുന്ന പോലെ ഓതാൻ ആരെങ്കിലും ഖുർആൻ ഇറങ്ങിയതുപോലെ ഓതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഖുദിൽ ഖുർആന മിൻ അർബഅ, അതായത് ഖുർആൻ എന്ത് ചെയ്യുക 4 പേരിലും സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം എണ്ണുന്നത് ഇബ്നു അബ്ദ്, അതായത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനേക്കാൾ ഖുർആൻ അറിയുന്നവർ അന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ആ ഒരു ഖിലാഫത്തിൻ്റെ സമയത്ത് മറ്റാരുമില്ല. അപ്പോഴേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ആശയം തീരെ പറ്റാതിരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് അത് തീരെ താല്പര്യം തോന്നില്ല. കാരണം അവരാ പറഞ്ഞ സംഭവം. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്തു, അവർ കൂഫക്കാരൊക്കെ അവിടെ വിളിച്ചു കൂട്ടി
എന്നിട്ട് നേരെ മിമ്പറിൽ കയറിയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ട് മദീനയിൽ നമ്മളെ മുസാഫൊക്കെ കത്തിച്ച് കളയാനും അവർ കൊടുത്തയച്ചുള്ള ഈ ഒരു മുസാഫിൽ ഓതണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആരും നിങ്ങളെ മുസാഫ് എന്ത് ചെയ്ത് വിട്ടുകൊടുക്കരുത്, കത്തിച്ച് കളയരുത്, ഒല്ലു മുസാഹിഫ് വെക്കും. അതായത് നിങ്ങളെ മുസാഫ് എന്ത് ചെയ്യുക, എല്ലാവരും ഒളിപ്പിച്ച് വെക്കുക. ഒമയ്യകലുൽ എത്തിബിമാകല്ല യോമൽ ഖിയാമ. അതായത് നമ്മളെന്തെങ്കിലും അനാവശ്യമായിട്ട് ഒളിപ്പിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഇതാക്കുകയോ ചെയ്താൽ അതുമായിട്ട് അന്ത്യനാൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മുസാഫുമായിട്ട് ചെന്നോളി അള്ളാഹുവിനെ കാണാൻ എന്നുള്ള രീതിയിലൊക്കെ ഒരു പ്രഭാഷണമൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിനെ എതിർത്തു എന്നാണ്. അങ്ങനെ അവരുടെ മുസ്ഹഫ് എന്ത് ചെയ്തില്ല, അവർ കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല അവരത് എന്ത് ചെയ്തു, ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് പണ്ഡിതരൊക്കെ പറയുന്നത് കുറച്ച് കാലത്തിന് ശേഷം എന്ത് ചെയ്തു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ആ ഒരു അഭിപ്രായം അവർക്ക് വളരെ ഇതായിട്ട് തോന്നുകയും സഹാബത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് പറഞ്ഞിട്ടുള്ള സംഭവമാണ്, അതിൻ്റെ സീരിയസ്നെസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും അങ്ങനെ അവരെന്ത് ചെയ്തു, മറ്റുള്ള സഹാബത്തിൻ്റെ ആ ഒരു അഭിപ്രായത്തിലേക്ക് തന്നെ ആ ഒരു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അവരുടെ ഖിലാഫത്ത് ആ എഴുതിയുണ്ടാക്കിയ മുസ്ഹഫിലേക്ക് തന്നെ അവരും തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ആ ഒരു മുസ്ഹഫ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കേൾക്കുകയും പഠിക്കുകയും എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ള അവരുടെ മുസ്ഹഫ് എന്ത് ചെയ്തിരുന്നില്ല, അവർ കൊടുത്തിരുന്നില്ല എന്നാണ്. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവർ വഫാത്തായതിന് ശേഷം എന്തില്ല, ആ മുസ്ഹഫ് പിന്നെ ആർക്കും കിട്ടിയിരുന്നില്ല, ആരും കണ്ടിരുന്നില്ല എന്നാണ്. പിന്നെ ഏതുവരെ ഈ ഫാത്തിമിയാക്കളെ തോൽപ്പിച്ച് അവരുടെ ഖസാന ചെക്ക് ചെയ്യുമ്പോൾ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിനാണ് ആ മുസ്ഹഫ് കിട്ടിയത്. ഉടനെ തന്നെ എന്ത് ചെയ്തു, അതും കത്തിച്ച് കളഞ്ഞു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്തു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് തീരുമാനിച്ചോ അത് എന്ത് ചെയ്തു, നടപ്പിലായി. പക്ഷേ അവസാനത്തെ മുസ്ഹഫ് കത്തിച്ച് കളയുന്നത് എപ്പോഴാണ്, മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്താണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാറുള്ള വെച്ചാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, മുസ്ലിങ്ങളുടെ അമീറുൽ മുഅ്മിനീനായിട്ടുള്ള ഭരണാധികാരിയാണ്. അപ്പോൾ അവരുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ എടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു എതിരഭിപ്രായം പറയുകയോ അവരുടെ മുസ്ഹഫ് കത്തിച്ച് കളയാതിരിക്കുകയോ ചെയ്തിട്ട് പോലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിനെതിരെ പ്രത്യേകിച്ച് എന്തെങ്കിലും നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അത് ബലമായിട്ട് പിടികൂടിയിട്ട് കത്തിച്ച് കളയോ മറ്റോ ഒന്നും ചെയ്തിരുന്നില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെ ആ ഒരു വഴിക്ക് വിട്ടു. കാരണം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ എന്താണ്, ഖുർആൻ്റെ കാര്യത്തിൽ അന്ന് സഹാബത്തിൻ്റെ ഇടയിൽ പകരം വെക്കാനില്ലാത്ത ഒരാളാണ്. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഖുർആൻ്റെ കാര്യത്തിൽ യാതൊരു എതിരഭിപ്രായം ഇല്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളും കൂടിയൊക്കെയാണ്. ഏതായാലും ആ ഒരു മുസ്ഹഫാണ് സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി കത്തിച്ച് കളഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മളെ മുസ്ഹഫിൽ നിന്ന്, നമ്മൾ പോകുന്ന ഈ മുസ്ഹഫിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അവരുടെ മുസ്ഹഫിൽ ഉണ്ടായിരുന്നതായിട്ട് പണ്ഡിതരൊക്കെ പറയുന്നതായിട്ട് കാണാം. ഇപ്പോൾ ചില ആയത്തുകളും കാര്യങ്ങളും ഇപ്പോൾ അവരുടെ മുസ്ഹഫിൽ ഫാത്തിഹ സൂറത്ത് എഴുതിയിരുന്നില്ല എന്നാണ്. അപ്പോൾ അവരതിന് കാരണം പറഞ്ഞു വെച്ചാൽ ഫാത്തിഹ ആരും മറക്കാൻ സാധ്യതയില്ല, കാരണം അത് 5 വക്തിലും എല്ലാവരും ഓതുന്ന ഒരു സൂറത്താണ്. അപ്പോൾ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, അത് ആരും മറന്നു പോകാൻ സാധ്യതയില്ല, മറന്നു പോകുന്ന എഴുതി വെച്ചാൽ മതി എന്നൊരു കൺസെപ്റ്റായിരുന്നു അവരുടെ ഖുർആനിൽ ഫാത്തിഹ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ മുഅവ്വിദത്തൈൻ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും അതും ഉണ്ടായിരുന്നില്ല എന്നാണ്. അവരത് ഖുർആനിൽ പെട്ടതല്ല എന്നൊരു അഭിപ്രായമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചില ഖിറാഅത്തുകളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുപോലെ വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ അദ്ദക്കറ വല്ലുൻസ എന്നാണ് നമ്മളോത്. അവരുടെ മുസ്ഹഫിലുണ്ടായിരുന്നത് വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വദ്ദക്കറ വല്ലുൻസ എന്നാണ്. വമാ ഖലഖ എന്നുള്ള വാക്കുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ വാതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ എന്നാണ് നമ്മുടെ മുസ്ഹഫിലുണ്ടാകുക. അവരുടെ മുസ്ഹഫിൽ വാതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലിൽ ബൈത്ത് എന്നാണ്. അതായത് അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ഉംറ ചെയ്യുക, അവർ കഅബയിൽ പോയി ഹജ്ജ് ഉംറയും ചെയ്യാന്ന്. അതായത് വലിയ ഇതല്ല, ആശയങ്ങളോ മറ്റൊന്നും വ്യത്യാസം വരാത്ത രീതിയിൽ തന്നെ അവരുടെ മുസ്ഹഫിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ മുസ്ഹഫ് കുറച്ചും കൂടിയൊക്കെ ചില കാര്യങ്ങളൊക്കെ കുറച്ച് വാക്കുകളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി. ഇപ്പോൾ ഇതുപോലെ വെച്ചാൽ മുജാഹിദ് റഹിമഹുള്ളാഹ്, അതായത് പ്രമുഖ താബിയാണ്, ഖുർആനും തഫ്സീറും ഹദീസുകളൊക്കെ മുജാഹിദ് റഹിമഹുള്ളാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ പറയുന്നുണ്ട് ഔ യകൂനലക ബൈത്തും മിൻ സുഖ്റുഫിൻ, അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങൾ അങ്ങനെ വരാം, യകൂനലക ബൈത്തും മിൻ സുഖ്റുഫിൻ ഔ തർഖാ ഫിസ്സമായി വലൻ, ഒരു ആയത്താണ്. അപ്പോൾ ഈ സുഖ്റുഫ് എന്ന വാക്ക് ഔ യകൂനലക ബൈത്തും മിൻ സുഖ്റുഫിൻ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ സുഖ്റുഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ്. ഒരുപാട് കാലഘട്ടം ആർക്കും അറിയില്ലായിരുന്നു ഈ സുഖ്റുഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്. ഏതുവരെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ മുസ്ഹഫിൽ ഔ യകൂനലക ബൈത്തും മിൻ ദഹബിൻ എന്നുള്ളൊരു പ്രയോഗം കാണുന്നത് വരെ. അപ്പോൾ ആ ദഹബിൻ എന്നുള്ള പ്രയോഗം കണ്ടപ്പോഴാണ് അവർക്ക് സുഖ്റുഫ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണം എന്നുള്ളതിൻ്റെ തന്നെ മറ്റൊരു പ്രയോഗമാണെന്നൊക്കെ പണ്ഡിതർ മനസ്സിലാക്കിയത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ മുസ്ഹഫ് കണ്ടപ്പോഴാണെന്നൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അപ്പം അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്തില്ല, ആ മുസ്ഹഫ് ഇപ്പം നിലവിലില്ല. അപ്പോൾ പലപ്പോഴും ഈ ഖുർആൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് വന്ന വഴികൾ, അതിൻ്റെ ഖിറാഅത്തുകൾ, അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോയിട്ടുള്ള വഴികൾ ഭയങ്കര രസമാണ്. പലപ്പോഴും നമ്മൾ ഈ ഒരാൾ ഹാഫിളായി ഖുർആൻ കാണാതെ പഠിച്ച് പറയുമ്പോഴേക്കും അപ്പോഴും നമ്മൾ ചെന്നാൽ ഹാഫിൾ ഫൈസ് മദീന എന്നൊക്കെ പറഞ്ഞ് നോട്ടുമാലിട്ട് കൊടുക്കുന്നു. സത്യത്തിൽ ഒരാൾ ഹാഫിള എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ലോകത്തേക്ക് ജസ്റ്റ് ഒരു അതായത് ഖുർആൻ്റെ ലോകത്തേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ കിട്ടിയെന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിന് ശേഷമാണ് ഖുർആൻ്റെ ലോകം യഥാർത്ഥത്തിൽ തുടങ്ങുക. തഫ്സീറുകളാവട്ടെ, തർജുമകളാവട്ടെ, അതേപോലെ സബബുൻ നുസൂലാവട്ടെ, ഒരുപാട് കാലഘട്ടത്തിലൂടെ കടന്നു വരുന്ന വഴികൾ, സബഅ ഖിറാഅത്ത്, അതേപോലെ അശറ ഖിറാഅത്ത്, അതേപോലെ സബഅത്ത് അഹ്റുഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഖുർആൻ്റെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ
ഭയങ്കര ഒരു രസകരമായിട്ടുള്ള രസകരം മീൻസ് ഒരുപാട് പഠിക്കാനുള്ളൊരു ലോകമാണ് ഖുർആൻ്റെ ലോകം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഹാഫിളായി അവിടെ നിർത്താതെ എന്ത് ചെയ്യുക, അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ മാത്രമാണ് തോന്നുന്നത് ഖുർആൻ അത്രത്തോളം വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ഈജിപ്ഷ്യൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അത്രയും റിസർച്ച് നടത്തുകയും എപ്പോഴും ഖുർആൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഈജിപ്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് എപ്പോഴും കാണാം അവിടെ എല്ലാ അങ്ങാടിയിലും ഖുർആൻ ഓതുന്നവരും ഓദിക്കുന്നവരും എപ്പോഴും റെക്കോർഡിങ് ഇങ്ങനെ ഇട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനുള്ള ഒരു തൗഫീഖിനെ തെരുമാറാവട്ടെ. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓതുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ കൂടി വന്നിട്ടുള്ള ഖിറാഅത്താണ്. ഹഫ്സൻ ആസിം എന്ന് പറയുന്ന ഖിറാഅത്താണ് നമ്മളെല്ലാവരും ഓതുക. അതും വരുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇവരിൽ കൂടിയാണ് ഹഫ്സൻ ആസിം റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നത്, നമ്മളിലേക്ക് എത്തുന്നതൊക്കെ. അപ്പോൾ നമ്മളെ ഖിറാഅത്തും അവരാണ്.